തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് CPIM-ൽ കൂട്ട നടപടി. കല്ലറ പഞ്ചായത്തിലെ ലോക്കൽ കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. കല്ലറ മുതുവിള ലോക്കൽ കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 അംഗ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. അനിരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനിരു, ഇപ്പോൾ എന്താണ് നടപടി ഉണ്ടായിരിക്കുന്നത്? നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്നാണ് വാമനപുരം നിയോജക മണ്ഡലത്തിലെ കല്ലറ പഞ്ചായത്തിൽ വരുന്ന CPIM-ന്റെ കല്ലറ മുതുകുളം LC-കൾ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് കല്ലറ പഞ്ചായത്തിൽ CPIM-ന് നേരിടേണ്ടി വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പും അതൊന്നും വിഭിന്നമല്ലായിരുന്നു. തിരുവനന്തപുരത്ത് CPIM-ന്റെ പൊന്നാപുരം കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന വാമനപുരത്ത് 47 വർഷങ്ങൾക്ക് ശേഷമാണ് CPIM-ൽ നിന്ന് UDF MLA സ്ഥാനം പിടിച്ചെടുക്കുന്നത്. DK മുരളി 12,781 വോട്ടുകൾക്കാണ് വാമനപുരത്ത് പരാജയപ്പെടുന്നത്. സുധീർ ഷാ പാലോടാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നത്. ഇത്തരത്തിലൊരു വലിയ തോൽവി CPIM-നെ ഞെട്ടിച്ചിരുന്നു. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കല്ലറ പഞ്ചായത്തിലെ CPIM-ന് ഭരണം നഷ്ടപ്പെടുന്നു. കൂടാതെ വലിയൊരു നാണക്കെട്ട തോൽവിയാണ് കല്ലറ പഞ്ചായത്തിൽ CPIM-ന് നേരിടേണ്ടി വന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളുള്ള പഞ്ചായത്തിൽ 11 CPIM-നായിരുന്നു, 5 എണ്ണം UDF-നും, 1 BJP-ക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 18 സീറ്റുകളായി വർദ്ധിച്ചെങ്കിലും 11 സീറ്റുകളോടെ UDF അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. അവിടെ പ്രധാനമായും കാണേണ്ടത് 4 സീറ്റുകളാണ് BJP പിടിച്ചെടുത്തത്. എന്നാൽ BJP-ക്കും താഴെ 3 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. ഈ സാഹചര്യത്തിലാണ്, നാണംകെട്ട തോൽവികളുടെ പശ്ചാത്തലത്തിലാണ് കല്ലറ പഞ്ചായത്തിലെ മുതുകുളം LC-കളും പിരിച്ചുവിട്ടത്. ഇവിടെയുള്ള നേതാക്കന്മാർ, പ്രവർത്തകർ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏകോപനമുണ്ടായില്ല എന്നുള്ള വിമർശനങ്ങൾ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റി അംഗമായ RS ജയൻ്റെ നേതൃത്വത്തിലുള്ള 10 അംഗ അഡ്ഹോക് കമ്മിറ്റിയെ ഈ 2 LC-കളുടെ ഭരണ ചുമതല ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ശരി അനിരു.